എല്ലാവർക്കും അത് ബാധകമാകത്തില്ല. അത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല. വ്യക്തിപരമായ സ്വകാര്യ അനുഭവങ്ങളാണ്. ചില സ്വകാര്യ അനുഭവങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജനറലൈസ് ചെയ്യാവുന്ന സ്വകാര്യ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് സുനിൽ എന്നും പറഞ്ഞ സഹോദരൻ്റെ സാക്ഷ്യമാണ്. അവർ കല്ലമ്പലം, അതെവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കല്ലമ്പലത്തിൽ നിന്ന് അവരുടെ പേര്, ഭാര്യയുടെ പേര് ബീന, ഭർത്താവിൻ്റെ പേര് സുനിൽ എന്നാണ്. ഇത് ഈ ആഴ്ചയിൽ നല്ല നല്ല ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ ബാധിച്ച സാക്ഷ്യം ഇതാണ്. എന്നെ ബാധിക്കണം എന്നാണ് ഞാൻ പറയണത് എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ നമ്മുടെ ബുദ്ധിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു വീട്ടിൽ ഒരു അജ്ഞാതമായ ജനിതക രോഗം, ഒരേ രോഗം വന്ന് ആ വീട്ടിൽ 5 പേര് മരിച്ചു. 5 പേര് മരിച്ചെന്ന് പറയണത് രോഗം ഇതാണ്: ഒരു 45 വയസ്സാകുമ്പോൾ ആ വീട്ടിലുള്ള ഈ മരിച്ച 5 പേർക്കും അങ്ങനെയാണ്. 45 വയസ്സാകുമ്പോൾ അവിടെ ഒരു ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. തലഞ്ഞരമ്പേ, തലയിലകത്തുള്ള ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്ലഡ് ഓട്ടം, രക്തോട്ടം കുറയും. അപ്പോഴൊന്ന് കൈയും കാലും ഇങ്ങനെ ശോഷിക്കും. എന്നിട്ടിങ്ങനെ വളയും. എന്നിട്ട് ആളെ കിടപ്പാവും. 45 വയസ്സ്, എന്നിട്ട് 52 വയസ്സാകുമ്പോൾ മരിക്കും. അതാണ് കണക്കാണ്. 45 വയസ്സ് രോഗം ആരംഭിക്കും, 52 എന്നിട്ട് അവിടെ വെച്ച് കിടന്നിട്ട് 5 വയസ്സിൽ കിടന്നിട്ട് 52 വയസ്സാകുമ്പോൾ ഇവർ മരിക്കും. അപ്പം അതൊരു കണക്കാണ്. അപ്പം അങ്ങനെ 5 പേര് ആ വീട്ടിൽ മരിച്ച്. 6ാമത്തെ ആളായിട്ടാണ് സുനിലിന് ഈ രോഗം പിടിക്കണത്. സുനിലിന്. അപ്പോൾ സുനിലിനും ഇതുപോലെ തലഞരമ്പ് ശോഷിക്കാൻ തുടങ്ങി. ആൾ കിടപ്പായപ്പോൾ അവർ വന്ന് ഭാര്യ വന്ന് ഉടമ്പടി എടുത്ത് ഭർത്താവിന് കൊണ്ടുപോയി ഉടമ്പടി തൈലമൊക്കെ അപ്ലൈ ചെയ്തു. അയാൾ പതുക്കെ എഴുന്നേറ്റ് വന്ന് അയാൾ ജോലിക്ക് പോയി. 3 കൊല്ലം ജോലിക്ക് പോയി. അപ്പോൾ അയാളത് സാക്ഷ്യം പറയേണ്ട ഒരു കാര്യമായിട്ട് എടുത്തില്ല. അതാണ് വിഷയം. ചില ആൾക്കാർക്ക് എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണിമടിക്കരുതെന്ന് പറയുന്നത് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കിക്കളയും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല അവർ. അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാണിച്ച കൃതജ്ഞത കാണിച്ചിരിക്കണില്ലേ, അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. ദൈവത്തിന് കർത്താവ് വന്നപ്പോൾ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. കാര്യം ഹെബ്രായർ 2:4 അനുസരിച്ചുകൊണ്ട് പലവിധത്തിലുള്ള ശക്തിപ്രവൃത്തികൾ ഒന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങളും അതിലൊന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായ രക്ഷപ്പെടലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ മഹത്വം കൊടുക്കാതെ അയാൾ ജോലിക്ക് പോയി. പിന്നെ 3-ാം കൊല്ലം അയാൾ അതുപോലെ തന്നെ വെട്ടിയിട്ട തടി പോലെ ആൾ വീണ് പഴയ രോഗം തിരിച്ചു വന്ന്. അപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുന്നവർക്കെല്ലാം പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ 3 ഇരട്ടിയായിട്ട് വേറെ പണികളൊക്കെ തിരിച്ചു വരും, ഒരു സംശയമില്ല. സാക്ഷ്യം പറയാതിരിക്കുന്ന ആൾക്കാർക്ക് പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ പല വെറൈറ്റി തിരിച്ചു വരും. എന്താ കാര്യം എന്നറിയാവോ? അതിൻ്റെ കാരണം നിങ്ങൾ സാക്ഷ്യം ദൈവത്തിന് മഹത്വം കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളാരായി? കടക്കാരായി മാറി. കടക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? പ്രൊട്ടക്ഷൻ പോയി. ദൈവവും നിങ്ങളും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളെ കടക്കാരായി നിൽക്കണം. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ സംരക്ഷണം പോയി. ആർക്കും കയറി മേയാൻ പറ്റിയ അവസ്ഥയായി. വഴിയെ പോണ എല്ലാ വയ്യാവേരികളും
സംരക്ഷണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രതിരോധ ശേഷിക്കെന്ന് പറയും. ദൈവസംരക്ഷണം പോയി കഴിഞ്ഞാൽ ആത്മീയ പ്രതിരോധം പോയി. നമ്മുടെ ശരീരത്തിന് പ്രതിരോധം പോയാൽ എന്ത് ചെയ്യും? വഴിയെ പോണ ജലദോഷക്കാരെല്ലാം പിടിച്ച് കയറി വന്നിട്ട് ന്യൂമോണിയ ആയിട്ട് മാറും. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ പ്രതിരോധമാണ് പോണത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കണ ചിലപ്പോൾ മിണ്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞ് ഉടക്കണം കണ്ടിട്ടില്ലേ? ചോറ് തിന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കും, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പം മകൻ പറയും, ഇപ്പം ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം അപ്പനും മക്കളും പെമ്മക്കളും അമ്മ എല്ലാം ഇരിപ്പുണ്ട്. അപ്പം അമ്മ പറയണത്, കുറേ ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന ഫലിച്ചെന്ന് തോന്നുന്നു, ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. എൻ്റെ മകനെ വീട് വിട്ടിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ അമ്മ ഡയലോഗ് പാസ്സാക്കിയാണ്. അപ്പം മകൻ പറയും, ചവത്തെ കൊത്തല്ല തള്ളയെന്ന് പറയും. ഊണ് കഴിക്കാൻ വരുമ്പോഴാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ, എന്താ നിനക്കെന്താ ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടാ നിനക്ക് അങ്ങനെ കൊള്ളണോടാ, നിനക്ക് കിട്ടത്തില്ല ഊണ് കഴിക്കാൻ പോലും. അപ്പാ ഞാൻ നിർത്തി അവൻ കിട്ടും പോയി. കണ്ട ഈ സാധനം വയ്യാവില്ല. കണ്ട ഈ കണ്ട സീൻസ് കണ്ടില്ലേ? തലയുടെ വായിൽ നിന്നൊരു സാധനം കഷ്ണം വീണതാണ്, അവൻ ഇട്ടും പോയി. അല്ലെങ്കിൽ നിനക്ക് തലക്ക് അസുഖമാണ്, പിള്ളേരുടെ സ്വഭാവം അറിയാൻ പാടില്ല. അപ്പോൾ അപ്പൻ അമ്മോട് വഴക്കിടും, നിനക്ക് വല്ല അസുഖമുണ്ടാ, അവനിപ്പോൾ കണ്ടാ കഴിക്കാതിരിക്കണം കണ്ട. അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് പറയണത്. പക്ഷെ പ്രൊട്ടക്ഷൻ ആ വീട്ടിലില്ല, സംരക്ഷണമില്ല. അത് കാരണം വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വന്ന കണ്ടല്ലേ വിരുന്ന് വരികയാണേ. വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വിരുന്ന് വരികയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് പ്രൊട്ടക്ഷനാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ട ദൈവമായിട്ട് നല്ലൊരു സംരക്ഷണം, പ്രൊട്ടക്ഷനെ. നമുക്ക് ഇപ്പം ഒരാൾ പുറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് തടുക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പുറകിൽ നിന്ന് കുത്തൊക്കെ ഒത്തിരി വരും, നമ്മളറിയാത്ത അപകടങ്ങളൊക്കെ വരും. അത് തടുക്കാൻ ദൈവത്തിനേ പറ്റത്തുള്ളൂ. നമുക്ക് പുറകിൽ കണ്ണ് തരാത്ത അതുകൊണ്ടാണ്, ദൈവത്തിന് കണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പുറകിൽ നമുക്ക് കണ്ണില്ലല്ലോ. പുറകിൽ നിന്ന് പല ആൾക്കാരും മരിച്ചിരിക്കണത് പുറകിൽ നിന്ന് കുത്തിയിട്ടാണേ. പല ആൾക്കാരും മരിച്ചിരിക്കണതും അപകടപ്പെട്ടിരിക്കണതും വെട്ടുകിട്ടിയിരിക്കണതും എല്ലാം പുറകിൽ നിന്ന് വെട്ടിയിട്ടാണ്. പുറകിൽ നിന്ന് എന്തുകൊണ്ടാണ് വെട്ടുകൊണ്ടിരിക്കണത്? പുറകിൽ കണ്ണില്ല. പുറകിലെ കണ്ണ് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സ്നേഹവും ബന്ധമൊക്കെയാണ്. അതിൻ്റെയാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കും.